ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കരുണാമയനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹം അള്ളാഹു നമുക്ക് അവൻ്റെ മഹളായ ഫളില് കൊണ്ട് നൽകുന്നു എന്ന് നാം അറിയുന്നു. അതിൻ്റെ ഭാഗമായി വീണ്ടും ഒരു വെള്ളിയാഴ്ച, അതും പവിത്രമായ മുഹറം മാസം, താസുആനും ആശുറായിനുമെല്ലാം ഒക്കെ ശേഷം നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നു. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു രംഗമുണ്ട്. അവിടുന്ന് പ്രയാസമനുഭവിച്ച്, വിഷമങ്ങൾ അനുഭവിച്ച് മക്കായിൽ ജീവിച്ച ഒരു കാലം. 40 വയസ്സിൽ നുബുവത്ത് അവിടത്തേക്ക് ലഭ്യമായി. ക്ലേശകരമായ പ്രബോധനത്തിൻ്റെ കാലം, പ്രിയപ്പെട്ടവരെ ക്രൂരമായി ആളുകൾ മർദ്ദിക്കുന്ന കാലം, ചിലരെയൊക്കെ കൊല്ലുന്ന കാലം, വ്യക്തി ജീവിതത്തിന് പലതരത്തിലുള്ള പരിക്കുകളിലേറ്റ കാലം. അന്നൊരിക്കെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ അടുത്തെത്തുന്ന ഒരു രംഗമുണ്ട്. അന്ന് ഖുറൈശികളാണ് കഅബ സംരക്ഷിക്കുന്നത്. അവരാണ് ഇതിൻ്റെ മേൽനോട്ടക്കാർ. അതിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ അന്നും ഉസ്മാൻ ബിൻ തൽഹ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇടക്കപ്പോഴോ അവർ കഅബ തുറക്കും, അവരത് വൃത്തിയാക്കും. അവരുടെ വിഗ്രഹങ്ങളെ അടക്കം അവർ വൃത്തിയാക്കി അതിൽ തന്നെ പ്രതിഷ്ഠിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ തൽഹയോട് പറഞ്ഞു, ഇതിൽ ഞാനൊന്ന് കയറട്ടെ. ഉസ്മാൻ ബിൻ തൽഹ പറഞ്ഞു, പാടില്ല, നിങ്ങൾക്ക് അതിന് അനുവാദമില്ല. നിഷ്കരുണം ഉസ്മാൻ ബിൻ തൽഹ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞു. അന്ന് ഈ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, കാലം കടന്നു പോകും. ലഅല്ലക സതറാ ഹാദൽ മിഫ്താഹ് യൗമൻ ബിയദി. ചിലപ്പോൾ ഒരു ദിവസം
നീ പോയി നിന്റെ താക്കോൽ കൂട്ടങ്ങളൊക്കെ പിടിച്ച് അഭിമാനിയായി അന്തസ്സുള്ള ആഢ്യത്വം കാണിച്ച് ഇവിടെ ഉണ്ടല്ലോ. ഈ കഅബയുടെ താക്കോൽ കൂട്ടം ഒരുപക്ഷെ എന്റെ കയ്യിൽ വരും. അല്ലാഹു ഹൈസു ശിഅ്തു, ഞാൻ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അയാൾക്ക് ഞാനത് കൊടുക്കും. അങ്ങനത്തെ ഒരു കാലം ഒരുപക്ഷെ കടന്നു വന്നേക്കാം. ഉസ്മാൻ ഇബ്നു തൽഹ. അപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹക്ക് അത് പുച്ഛമായി തോന്നി. എന്താണ് ഈ മുഹമ്മദ് പറയുന്നത് എന്ന് അന്ന് അദ്ദേഹത്തിന് തോന്നി. കാലം കടന്നുപോയി, ഹിജറ സംഭവിച്ചു. നീണ്ട 8 കൊല്ലങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചെത്തി. അത് ജീവിതത്തിന്റെ ഒരു ചൈത്രയാത്രയായിരുന്നു. പറിച്ചടപ്പെട്ട ഒരുപാട് മോഹങ്ങൾക്ക് പകരമായിരുന്നു അത്. ഒറ്റക്ക് പോയ അബൂബക്കറിന്റെ കൂടെ ഒറ്റക്ക് പരിശുദ്ധമായ മക്കായിൽ നിന്ന് മദീനയിലേക്ക് പോയ നൊമ്പരത്തിന്റെ അറുതിയായിരുന്നു അത്. അതൊരു നേടിയെടുക്കലായിരുന്നു. അത് കുറെ നഷ്ടസ്വപ്നങ്ങളുടെ വീണ്ടെടുക്കലായിരുന്നു. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴിൽ കഅബ വന്നു, മക്ക വന്നു. ഉസ്മാൻ ഇബ്നു തൽഹ ഭയത്തോടു കൂടി ആ താക്കോൽ കൂട്ടം കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ ഒരു പ്രഖ്യാപനമുണ്ട്. ഇതെന്റെ കയ്യിൽ വരും, അന്ന് ഞാനിത് കൊടുക്കും. ആർക്കാണോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഞാൻ കൊടുക്കും. സാഗൂതം എല്ലാവരും നോക്കുന്ന ഒരു രംഗമുണ്ട്. ആർക്ക് കൊടുക്കും? ഓരോരുത്തർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്ര കാലം ഖുറൈശികൾ വെച്ച ആ സാധനം ഇനി നമ്മുടെ കയ്യിൽ. അഭിമാനവും അന്തസ്സും അന്നത്തെ ലോകത്ത് അവർക്ക് അടയാളം നൽകിയ കഅബയുടെ താക്കോൽ അത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും അഭിമാനത്തിന്റെയും ചിഹ്നമായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ട് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട്, ഞങ്ങളിൽ ആരെങ്കിലും ഏൽപ്പിക്കും. സഹാബികൾ കരുതി, വിശ്വാസികൾ കരുതി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക പോലും ചെയ്തു, അല്ലാഹുവിന്റെ റസൂലേ, ഇനി ആ താക്കോൽ കൂട്ടം എനിക്ക് താ. ഞാൻ നോക്കും കഅബയെ, ഞാൻ വിശുദ്ധമാക്കും അതിനെ, ഞാനതിനെ പരിചരിക്കും. അതൊരു വികാരം പോലെയുള്ള ചോദ്യമായിരുന്നു. പക്ഷെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ താക്കോൽ കൂട്ടം കയ്യിലെടുത്തൊരു ചോദ്യമുണ്ട് അവിടെ. അയ്ന ഉസ്മാൻ ഇബ്നു തൽഹ, എവിടെയാണ് ഉസ്മാൻ ഇബ്നു തൽഹ? ഹാക മിഫ്താഹുക യാ ഉസ്മാൻ, ഉസ്മാനേ ഇതാ നിന്റെ കയ്യിൽ താക്കോൽ. പകരം വീട്ടിയത് അങ്ങനെയാണ്. ഉസ്മാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. പകരം ആർക്കെങ്കിലും കൊടുക്കുന്ന കരുതിയത്. എന്നിട്ട് പറഞ്ഞു, അൽ യൗം, ഇന്നത്തെ ദിവസം, യൗമുൻ വഫാഉൻ വബിർറൻ, ഇത് പൂർത്തീകരണത്തിന്റെ ദിവസമാണ്. യൗമു വഫാഇൻ വബിർറിൻ, ഇത് ഗുണത്തിന്റെ ദിവസമാണ്. ഇത് കരാർ പൂർത്തീകരണത്തിന്റെ ദിവസമാണ്. വല്ലാതൊരു രംഗമായിരുന്നു അത്. അടുത്ത നിമിഷം തന്നെ ആ പ്രവാചകന്റെ ആ ചെയ്തി അതിനെ അംഗീകരിച്ചുകൊണ്ടും അതിനെ പുകഴ്ത്തിക്കൊണ്ടും പരിശുദ്ധ ഖുർആൻ, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ളുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻതു അദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, സൂക്ഷിപ്പ് സ്വത്ത് അതിന്റെ അവകാശികൾക്ക് തന്നെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. ആ നിമിഷമാണ് ഉസ്മാൻ ബിൻ തൽഹ ഷഹാദ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഈ പ്രവാചകൻ വിശ്വസ്തനാണ്. ഈ പ്രവാചകൻ കരാറ് പൂർത്തീകരിക്കുന്നവനാണ്. ഈ പ്രവാചകൻ നീതി ചെയ്യുന്നവനാണ്. വഇദാ ഹകംതും ബൈനൻ നാസ്, അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുമ്പോ അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നീതിയുടെ വിധി വേണം. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ളുകും ബിഹി, അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നത് എത്ര നല്ല കാര്യമാണ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ, അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ, അവനെല്ലാം കാണുന്നവനുമാണ്. സൂറത്ത് നിസായിലെ 58-ാമത്തെ ആയത്താണ്. അതിന്റെ വ്യാഖ്യാനം വായിക്കുമ്പോൾ ഈ സംഭവമൊക്കെ വായിച്ചു പോകാൻ നമുക്ക്.
വലിയ അത്ഭുതമായിരുന്നല്ലോ സത്യത്തിൽ. അത് പകരത്തിന് എങ്ങനെ പകരം വീട്ടണമെന്ന് ഈ പ്രവാചകൻ കാണിച്ചു കൊടുത്തു. ഇത് പ്രതികാരം പോലും പ്രതിരോധം പോലും നന്മയുടെ മനോഹരമായ തലം കൊണ്ട് ഈ പ്രവാചകൻ നിർവഹിച്ചപ്പോൾ അവിടെയാണ് ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമാനത്ത് വളരെ പ്രധാനമാണ്. സൂക്ഷിച്ചേൽപ്പിച്ച സ്വത്ത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അനാഥ സംരക്ഷണത്തെ പറ്റി പറയുന്നിടത്ത് പോലും അവർക്ക് വിവേകമെത്തിയാൽ, അവർക്ക് റുഷ്ദ് എത്തിയാൽ, അവർക്ക് വകതിരിവെത്തിയാൽ പിന്നെ അവരുടെ സ്വത്ത് നിങ്ങളവരെ ഏൽപ്പിക്കണം. നിങ്ങളത് ക്രയവിക്രയം ചെയ്യുമ്പോ ഒന്നും നിങ്ങൾ എടുക്കരുത്. അഥവാ നിങ്ങൾ എടുക്കുമ്പോ തീയല്ലാതെ നിങ്ങളുടെ വയറിലേക്ക് ചെല്ലുന്നില്ല, നിങ്ങൾ അഗ്നിയല്ലാതെ നിങ്ങളൊന്നും ഭക്ഷിക്കുന്നില്ല. ഖുർആൻ പറയുന്നുണ്ട് അമാനത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ വിശ്വാസി എന്ന പദം പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങൾ അവിശ്വാസികൾ എന്ന് പറയുന്നവരെ ജീവിതത്തിൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ബഹുമത സമൂഹത്തിലെ എത്രയോ ആളുകളെ നേർക്കുനേരെ പരിചയമുള്ളവരാണ് ഞാനും നിങ്ങളും. ഇവിടെ ഒരു തിരിച്ചുപോക്ക്, ഒരു വീണ്ടെടുപ്പ്. അമാനത്ത് വളരെ പ്രധാനമാണ്. അമാനത്ത് അതിന്റെ അവകാശികൾക്ക് നൽകണം. അത് ഒരാള് വിശ്വസിച്ചേൽപ്പിച്ച സ്വത്താണ്. അതാണ് അമാനത്ത്. സഹധർമ്മിണി അമാനത്താണെന്നാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവളെ അള്ളാന്റെ പേരിൽ കരാറ് ചെയ്ത് വാങ്ങി, അതാണ് അമാനത്ത്. ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. മക്കൾ അമാനത്താണ്. അള്ളാഹു തന്ന അമാനത്താണ് മക്കൾ. ഉമ്മു സുലൈം, അബൂ തൽഹ, ആ ദമ്പതികളുടെ ചരിത്രം ഹദീസുകളിൽ ഒരുപാട് വായിക്കാം. എല്ലാം അത്ഭുതത്തിനു മേൽ അത്ഭുതമാണ്. ഉമ്മു സുലൈമിന് ഒരു കുഞ്ഞുണ്ടായി, അബൂ തൽഹയുടെ കുഞ്ഞ്. ഉമ്മു സുലൈമിന്റെ പ്രിയ ഭർത്താവ് അബൂ തൽഹ യാത്ര പോയി. അറബികളുടെ അന്നത്തെ യാത്രയൊക്കെ ചിലപ്പോൾ നീണ്ടു പോകും. ഒരു ദിവസം അബൂ തൽഹ വന്നു. പോകുമ്പോ കുട്ടിക്ക് ചെറിയ അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു, ചെറിയ അസുഖമുണ്ടായിരുന്നു. വന്ന ഉടനെ ചോദിച്ച ചോദ്യം, എന്താണ് നമ്മുടെ കുഞ്ഞിന്റെ വർത്തമാനം? അപ്പൊ പറഞ്ഞു, ഇപ്പോ നേരത്തെയുള്ളതിനേക്കാൾ സമാധാനമാണ്. ദ്വയാർത്ഥം കൽപ്പിച്ച വാക്കാണ്. നേരത്തെ അവന്റെ അവസ്ഥ എന്താണോ അതിനേക്കാൾ സമാധാനമാണ്. പാതിര പിന്നിട്ട നേരമാണ്. അബൂ തൽഹ എന്ന് പറയുന്ന മനുഷ്യന്റെ സകല വൈകാരിക തൃഷ്ണകളെയും ഒരു ദാമ്പത്യം കൊണ്ട് നല്ല പോലെ ഒപ്പിയെടുത്തും മനസ്സിലാക്കിയും തദനുസൃതമായി പെരുമാറ്റവും നടത്തുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മു സുലൈം ആ രാത്രി തന്നെ അബൂ തൽഹയോടൊപ്പം സഹശയനം നടത്തി കിടപ്പറ പങ്കിട്ടു. അതെല്ലാം കഴിഞ്ഞു, കൃത്യങ്ങൾ നിർവഹണം കഴിഞ്ഞു. ഇനി ഉമ്മു സുലൈം പറയാൻ തുടങ്ങി, നമ്മുടെ അയൽക്കാർ വല്ലതും നമുക്ക് തന്നാൽ നമ്മൾ എന്തു ചെയ്യണം? ആദ്യത്തെ ചോദ്യം. അപ്പൊ അബൂ തൽഹ പറഞ്ഞു, അതൊരു അമാനത്തല്ലേ, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. നിശ്ചിതമായ ഒരു അവധി നിശ്ചയിച്ചിട്ടല്ലേ അവർ ഏൽപ്പിക്കുന്നത്. അവര് പറഞ്ഞ സമയത്ത് അവര് തിരിച്ചു ചോദിക്കുമ്പോ നമ്മൾ തിരിച്ചു കൊടുത്തേ മതിയാകൂ. അപ്പൊ ഈ അബൂ തൽഹയുടെ പ്രിയങ്കരിയായ സഹധർമ്മിണി ഉമ്മു സുലൈം ഒരത്ഭുതമാണ്. അതൊരു ദാമ്പത്യത്തിലെ മനോഹരമായ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഒരു പെണ്ണ് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രവർത്തനം. പിന്നെ അവള് ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റൊന്നുമല്ല, നമുക്ക് കുഞ്ഞിനെ തന്നത് അള്ളയല്ലേ, അത് അള്ളാഹു നമുക്ക് അമാനത്തായി തന്നതല്ലേ, അവനത് തിരിച്ചെടുക്കുമ്പോ നമ്മളത് കൊടുക്കണ്ടയോ? അതേ കൊടുക്കണം. അപ്പോഴേക്ക് അബൂ തൽഹയുടെ ഉള്ളു പടയാൻ തുടങ്ങി. എന്താണ് ഈ സ്നേഹഭാചനം പങ്കുവെക്കുന്നത്? അബൂ തൽഹ ഞെട്ടിപ്പോയി. പിന്നെ അവള് പറയാൻ തുടങ്ങി, പ്രിയപ്പെട്ട പൊന്നുമകൻ മരണപ്പെട്ടിരിക്കുന്നു, വെള്ള പുതച്ചപ്പുറത്ത് കിടത്തിയിട്ടുണ്ട്. രാത്രിയിൽ നിങ്ങൾ വരുമ്പോ
നിങ്ങളെ സ്വീകരിക്കേണ്ട ദൗത്യം എന്റേതാണ്, അത് ഞാൻ നിർവഹിച്ചതാണ്. പെട്ടെന്ന് അബൂ തൽഹ ഞെട്ടിപ്പോയി. എന്ത് പണിയാണ് നീ ചെയ്തതെന്ന ചിന്തയോടെ ഒരു പരാതി എത്തുന്നു. അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇവിടെ അടുത്ത് പരാതി വരികയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു, തൊട്ടപ്പുറത്ത് കുട്ടി മരിച്ചു കിടക്കുന്നുണ്ട്, അതുപോലും അറിയിക്കാതെ ദാമ്പത്യ ബന്ധം പുലർത്തി, ശാരീരിക ബന്ധം പുലർത്തി. പരാതിയാണ്. അബൂ തൽഹയുടെ ഉള്ളു വിങ്ങാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? അല്ലാഹുമ്മ ബാരിക് ലഹുമാ ഫീ ലൈലതിഹിമാ. ഈ രാത്രിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും, അവർക്ക് അവരുടെ ഈ രണ്ടുപേരുടെയും രാത്രിയിൽ അവർക്ക് രണ്ടുപേർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു അവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അതിലൊരു കുഞ്ഞ് പറക്കുന്നുണ്ട്. ആ കുട്ടിയായിട്ട് പിന്നെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്. ആ കുട്ടിക്ക് പ്രവാചകൻ മധുരം കാരക്ക കൊടുക്കുന്ന ഭാഗം ഹദീസുകളിൽ കാണാം. അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തിട്ടാണ് പിറവി നടത്തിയ കുട്ടിക്ക് മധുരം നൽകൽ നല്ലതാണ് എന്ന ഒരു രീതി വന്നത്, ഒരു സുന്നത്തായ അമല് വന്നത്. അതിന്റെ സംഭവവും അതിന്റെ പശ്ചാത്തലവും നോക്കുമ്പോൾ അത് വലിയ അത്ഭുതമായി തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ അമാനത്ത് എന്ന പദത്തിന് വല്ലാത്തൊരു വിശാലമായ തലം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഹിജറയുടെ മാസമാണ്. ചരിത്രം പറയുന്ന ഹിജറ വർഷം മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഹിജറ, ത്യാഗം ചെയ്ത ഹിജറ, പറന്നു വീണ നാട്ടിൽ നിന്ന് ദുഃഖത്തോടെ ഈ പ്രവാചകൻ പോകുന്ന ഹിജറ. അതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ പോകും, ഞാൻ അബൂബക്കറും പോകും, യസ്രിബിലേക്ക് പോകും, ഞാൻ കിടക്കുന്നിടത്ത് നീ കിടക്കണം, ചില കാര്യങ്ങൾ എനിക്ക് നിന്നെ ഏൽപ്പിക്കാനുണ്ട്. ഓരോ കിഴികൾ ഇങ്ങനെ കൊടുക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബിന്റെ അടുത്ത് ഇത് ഇന്നയാൾക്ക് കൊടുക്കണം, ഇത് ഇന്നയാൾ ഏൽപ്പിച്ചതാണ്. ബാങ്ക് സംവിധാനമൊന്നുമില്ല. ഖുറൈശികൾക്ക് വിശ്വസ്തനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദർശപരമായി മറ്റൊരു ചേരിയിൽ, പക്ഷേ അവർ സ്വത്ത് അപ്പോഴും കൊടുക്കുന്നത് ഈ നബിയുടെ അടുത്താണ്. കാരണം അതിൽ കളവുണ്ടാവില്ല, തിരിച്ചു കിട്ടും, ഒരു സംശയമില്ല. അങ്ങനെ ഓരോരുത്തരെ സ്വത്തെടുത്ത് കൊടുക്കുമ്പോ അതിലൊരു കിഴിയെടുത്ത് കൊടുത്തിട്ട് ഈ വെള്ളിക്കാശ് അബൂജഹലിൻ്റെതാണ്, അത് നീ തിരിച്ചേൽപ്പിക്കണം അലി. അലിയുടെ കണ്ണ് തള്ളിപ്പോയി. 100 ഒട്ടകത്തിന് വില പറഞ്ഞിട്ട്, 100 ഒട്ടകത്തിന് തലക്ക് വില പറഞ്ഞിട്ട് ഈ മനുഷ്യനെ കൊല്ലാൻ നടക്കുന്ന ക്രൂരന്മാർ അവരുടെ സ്വത്ത് ഒരു ലവലേശം വിടാതെ, അവരുടെ നേതാവിന്റെ സ്വത്ത് പോലും ഒരു കടുകുമണി തൂക്കം വിടാതെ തിരിച്ചേൽപ്പിക്കുന്ന ആ ഒരു വല്ലാത്ത സൂക്ഷ്മത ആണ് അമാനത്ത്. ഇതിന്റെ അപ്പുറം കപടവിശ്വാസിയുടെ ലക്ഷണം എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശ്വസിച്ചാൽ അവൻ ചതിക്കും, വാഗ്ദാനം ചെയ്താൽ അവൻ ലംഘിക്കും, വായ് പൊളിച്ചാൽ അവൻ കളവ് പറയും. ഈ 3 ലക്ഷണങ്ങൾ കപടവിശ്വാസിയുടെ ആയാത്തുൽ മുനാഫിഖ് സലാസ. കപടവിശ്വാസിക്ക് 3 ലക്ഷണങ്ങൾ. ഈ 3 അതാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടിലാണ് കപടവിശ്വാസികളുടെ സ്ഥാനം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കപടവിശ്വാസി എന്ന് പറഞ്ഞാല് വേറൊരു മതത്തിലുള്ള ആളല്ല, അത് കൂടെയുള്ളവരാണ്. അത് ചിലപ്പോ നമ്മളാണ്, നമ്മുടെ വാക്കാണ്, നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ ചില നിമിഷങ്ങളാണ്, നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഈമാനിന്റെ ഏറ്റവ്യത്യാസത്തിന്റെ ചില അപകടകരമായ നിമിഷങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ അവൻ ഏറ്റവും ഉന്നതനാണ്, അവൻ കരാറ് പാലിക്കുന്നവനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ കൃത്യമായി വിശ്വാസം വെച്ച് പുലർത്തുന്നവനാണ്. ഭൂമിയിൽ മനുഷ്യന് നൽകിയൊരു പദവി പോലും പടച്ചറബിന്റെ പ്രതീകം പോലെയാണ്. ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, ഭൂമിയിലേക്ക് ഞാനൊരു പ്രതിനിധിയെ, ഞാൻ ഈ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുക. മലക്കുകളോടുള്ള വർത്തമാനമാണ്.
ആദ്യത്തെ മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പ്. അന്ന് പറഞ്ഞ വാക്ക് ഖലീഫ എന്നാണ്. അതൊരു വല്ലാത്ത വാക്കാണ്. ദീനിന്റെ നിയമങ്ങൾ, അതിന്റെ സംസ്കാരങ്ങൾ, അതിന്റെ അടയാളപ്പെടുത്തലുകൾ, അതിന്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അത് മുഴുവൻ അത് ഈ ഭൂമിയിൽ ഏറ്റെടുത്ത് ശിരസാ വഹിച്ച് നടപ്പിൽ വരുത്തുന്നവനും പ്രബോധനം ചെയ്യുന്നവനും അടുത്ത തലമുറക്ക് സുരക്ഷിതമായി കൈമാറ്റം ചെയ്യുന്നവനും അതാണ് ഖലീഫ. അതുകൊണ്ട് മനുഷ്യന്റെ ഉത്തരവാദിത്വം അത് വളരെ പ്രധാനമാണ്. ഇന്നാ അറളനൽ അമാനത അല സമാവാതി വൽ അർദ്. ആകാശങ്ങൾക്ക് നേരെ, ഭൂമിക്ക് നേരെ അമാനത്ത് അല്ലാഹു എടുത്ത് കട്ടിക്കൊടുത്തു. വൽ ജിബാൽ, മലകൾക്ക് നേരെ. ഫഅബൈന അൻ യഹ്മിൽനഹാ, അവരൊക്കെ പറഞ്ഞു സാധ്യമല്ല, അയ്യ റബ്ബേ ഏറ്റെടുക്കാനാകില്ല. അമാനത്തിന്റെ വിശദീകരണത്തിൽ കാണാം, നമസ്കാരം അമാനത്താണ്, നോമ്പ് അമാനത്താണ്, സകാത്ത് അമാനത്താണ്. വഅഷ്ഫഖന മിൻഹാ, അവർക്കതിന് പേടി തോന്നി, ഏറ്റെടുക്കാൻ വിസമ്മതം കാണിച്ചു. അപ്പോഴോ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. പിന്നെ ഒരു വാക്കുണ്ട് ഖുർആനിൽ, ഇന്നഹു കാന ളലൂമൻ ജഹൂലാ, അവനെ വിഡ്ഢിയാണ്, അവൻ അക്രമിയാണ്. അതിന് വ്യാഖ്യാനം കാണാം, ഇത് ഏറ്റെടുത്തിട്ട് അത് വേണ്ട പോലെ നിർവഹിക്കാത്തവൻ വിഡ്ഢിയും അക്രമിയുമായി എന്നാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന മനുഷ്യന്മാർ, അതീവ താല്പര്യത്തോടു കൂടി ഏറ്റെടുക്കുന്നവർ, പിന്നെ അതിന് ഭംഗം വരുത്തുമ്പോൾ അത് അമാനത്തിൽ ക്ഷയമേൽപ്പിക്കുന്നു. അതാണ് മാനം മാറി നിന്നടത്ത്, ഭൂമി മാറി നിന്നടത്ത്, പർവ്വതങ്ങൾ മാറി നിന്നടത്ത് മനുഷ്യൻ ഒരു അത്ഭുതം പോലെ കടന്നു വന്നു. കാരണം മനുഷ്യനെ പറ്റൂ ഒരു കാര്യം ഏറ്റെടുത്ത് നിർവഹണം നടത്താൻ. ആ ബോധം പുണ്യനബിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അറഫ പ്രസംഗത്തിൽ ഇടക്കിടക്ക് ചോദിച്ചത്, ഈ അമാനത്ത്, ഈ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നില്ലയോ? അവര് പറയും, ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ഞങ്ങൾക്ക് അത് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കയ്യമാനത്തേക്ക് ഉയരുമത്രേ. എന്നിട്ട് അവിടുന്ന് പറയുമത്രേ, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. ഇപ്പൊ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും ഈ അമാനത്തുമായി ബന്ധപ്പെടും. നമ്മുടെ മക്കൾ, നമ്മുടെ സഹധർമ്മിണി, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബം, നമ്മുടെ ദീന്, നമ്മുടെ ഭൗതികമായി നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ സകലമാന അമലുകൾ, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മൾ നിർവഹിക്കേണ്ട സക്കാത്ത്, നമ്മളുടെ ഹജ്ജ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അമാനത്തിന്റെ കടല് പോലെ, തിര പോലെ, അതിന്റെ സാഗരം പോലെ, അതിന്റെ അത്യത്ഭുതത്തിൽ അത് കടന്നു വരുന്നു. അതുകൊണ്ട് വിശ്വാസി എന്ന് പറയുമ്പോൾ അതാണ് ആദ്യം പറഞ്ഞ വാക്ക്. വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കാൻ പറ്റണം, അല്ലാത്തവന് ആ പണി പറ്റൂല. അല്ലെങ്കിൽ പിന്നെ താനേ നിഫാഖിലേക്ക് പോകും. നിങ്ങൾ വിശ്വാസി എന്ന് പറയുന്നവനെ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇനി നമുക്ക് കേൾക്കുന്ന ഇടയുണ്ടാകരുത്. അത്ര കൃത്യമായി, അത്ര ഋജുമാനസനായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയണം. അവിടെയാണ് ഈ അമാനത്തിന്റെ തലം, അതിന്റെ പ്രാധാന്യം. ഖുർആൻ ഒരുപാട് തലങ്ങളിൽ ഇത് പറയുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അന്ന് അമാനത്തുകൾ പാഴാക്കപ്പെടുന്ന കാലമാണ്. അതിന്റെ ലക്ഷണം പറഞ്ഞു. അന്ന് അമാനത്തുകൾ പാഴാക്കപ്പെടുന്ന കാലമാണ്. ചില ആളുകൾ വാക്ക് ലംഘനം, കൊടുത്ത പണം കടമായി കൊടുത്തത് തിരിച്ചു കൊടുക്കൂല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. അയാളും പിറ്റത്തെ കൊല്ലം ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടിട്ട് മറ്റോ ഞെട്ടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പണം കടം കൊടുത്ത ഒരു പാവം മനുഷ്യൻ ഇപ്പൊ കിട്ടുന്ന കണക്ക് കൂട്ടിയത്, പക്ഷെ കിട്ടുന്നില്ല. ഖുർആൻ പറഞ്ഞ തെളിവൊന്നുമില്ല, സാക്ഷികളൊന്നുമില്ല, തുറമേൽ വിശ്വസിച്ചു പോയി. പറഞ്ഞത് അങ്ങനെയാണ്, ആരും അറിയണ്ട, നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. ആ ഇടപാടന്നെ അനിസ്ലാമികമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ലല്ലോ. നീണ്ട ഒരായത്ത് മുഴുവൻ, ഒരു പേജ് മുഴുവൻ കടബാധ്യതയുടെ നിയമം പറഞ്ഞ പരിശുദ്ധ ഖുർആൻ. പേന എന്തെന്നറിയാത്തൊരു സമൂഹത്തിന് മുമ്പിൽ, എഴുത്തെന്തെന്ന് പരിചയമില്ലാത്തൊരു സമൂഹത്തോട് എഴുതി വെക്കണം എന്ന് ഇടപാടുകളെ പറ്റി പറഞ്ഞ ഒരു സംസ്കാരം. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ
അതുകൊണ്ട് അമാനത്ത് വളരെ പ്രധാനമാണ്. നമ്മുടെ പരലോക ജീവിതവുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അള്ളാഹു അമാനത്തുകൾ നിർവഹിക്കുന്ന ഖുർആൻ തന്നെ വിശ്വസിച്ചവർ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന സൂറയുണ്ടല്ലോ, വിശ്വാസികൾ വിജയിച്ചു. കുറേ ഗുണങ്ങൾ അവർക്ക് പറയുന്നുണ്ട്. അതിൽ ഒരു ഗുണം പറയുന്നത് വല്ലദീന ഹും ബിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ വിശ്വസ്തത പാലിക്കുന്നു, അവർ കരാറുകൾ പൂർത്തീകരിക്കുന്നു. ആ തലത്തിൽ ഉയരാനും വളരാനും നമുക്ക് സാധ്യത തന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ